ഈ സ്ലീഹന്മാർ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ എല്ലായിടത്തും ചെന്നിട്ട് ഈ വചനം ഇങ്ങനെ ദൈവവചനം ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അപ്പം ഈ യേശുവിന്റെ നാമം അവർക്ക് അത്രമാത്രം തീഷ്ണതയോടെ അവർ യേശുവിന്റെ നാമം ഉയർത്തി കാണിച്ചത്. അവരിങ്ങനെ പീഡകൾ സഹിക്കുവേ, ഈശോയുടെ നാമത്തെ പ്രതി ഇവർ ഇങ്ങനെ പീഡകൾ സഹിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇരട്ടി തീഷ്ണതയോടെ അവർ ഈശോയുടെ നാമം ഈശോ എന്ന നാമം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ ഒരു ലോകം മൊത്തം അങ്ങ് അറിയിക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഈ പറയുന്ന ഈശോയുടെ നാമമായിരിക്കും. ഈശോ എന്ന നാമം, യേശുവിന്റെ നാമമായിരിക്കണം നമുക്കും ഓരോ ആൾക്കാർക്കും കൊടുക്കാനുള്ളത്. ഓരോ ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് യേശുവിന്റെ നാമമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. അഭിഷേകത്തിൽ നമ്മൾ നിറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഒരു സ്നേഹം നിറയുക, മറ്റുള്ളവർ ദൈവത്തോടുള്ള സ്നേഹം, മറ്റുള്ളവരുള്ള സ്നേഹം, എല്ലാവരും ഒരു സ്നേഹം. ഈ സ്നേഹമാണ് അഭിഷേകത്തിലേക്കുള്ള ആദ്യപടി. എല്ലാവരും നമുക്കൊരു സ്നേഹം തോന്നും. അതാണ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായവർ എഴുതിയതാണ് എന്ത് ബൈബിൾ. അപ്പം ഈ എന്താ പറയാ, പരിശുദ്ധാത്മാവിനെ വചനം വെച്ചിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് എങ്ങനെ വരാതിരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ തീക്ഷ്ണമായിട്ട് പരിശുദ്ധാത്മാവിനായിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പുണ്യങ്ങൾ നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ നിറയാൻ. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ബൈബിളില് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. കാരണം ഈ അപ്പസ്തോല പ്രവർത്തനത്തിലാണ്, അതായത് സ്ലീഹന്മാരെ, അതായത് ശിഷ്യന്മാരെ അപ്പസ്തോലന്മാർ, അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അറിയപ്പെട്ടത് പിന്നെ അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ പേരിലാണ്. അതായത് അഭിഷേകത്താലെ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ലോകം മൊത്തം പോയിട്ട് സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ അവർ അപ്പസ്തോലന്മാരായി. അതായത് അപ്പസ്തോല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മൊത്തം നിറയപ്പെട്ട ഒരു ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഈ അപ്പസ്തോല പ്രവർത്തനം 1:8 എങ്ങനെയാണ്? തുടക്കം തന്നെ ഇതാണ്. യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ശിഷ്യന്മാരോട്. 1:8, അപ്പസ്തോല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പം സ്ലീഹന്മാര് ഈ പറയുന്ന ഒരു കാര്യം, ഈ ഒരു കാര്യം ഈശോ അവരോട് നേരത്തെ പറഞ്ഞു. ഇതാണ് എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ഹിതം, ലോകം മുഴുവനും ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുക, ദൈവരാജ്യം വളർത്തുക. ഇതാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ഒരു എന്താ പറയാ കർത്തവ്യം. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? അപ്പസ്തോല പ്രവർത്തനം 1:14 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവരൊത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി. ഈ അഭിഷേകത്തിന് വേണ്ടി ഈശോ അവർക്ക് വാഗ്ദാനം ചെയ്ത, അല്ലെങ്കിൽ ഈശോ അവരെ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങി. അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതിന്റെ ഫലമാണ് പിന്നീട് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം വാക്യത്തില്, നമ്മൾ 1-ാം വാക്യം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ പെന്തക്കോസ്താ എന്ന് പറയുമ്പോഴേ വരുന്ന ഒരു വചനഭാഗമാണിത്. അതായത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം വാക്യം മുതലുള്ള വചനങ്ങൾ. പെന്തക്കോസ്താദിന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പം അവര് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോടും എല്ലാവരോടും ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അവർക്ക് കൊടുത്ത ഒരു അഭിഷേകമാണ് ഈ അപ്പസ്തോല പ്രവർത്തനം 2:1 നമ്മൾ കാണുന്നത്. അപ്പം അവർക്ക് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷം മുതൽ അവര് ഈശോനെ പറ്റിയുള്ള ആ ഒരു തീഷ്ണത, ആ ഒരു ഈശോയുടെ സ്നേഹത്തെ പറ്റിയുള്ള തീഷ്ണത, അവന്റെ നാമത്തെ പ്രതിയുള്ള തീഷ്ണത നിമിത്തം അവരെല്ലാവരോടും പോയിട്ട് വചനം പ്രഘോഷിക്കുകയാണ്. അതാണ് അപ്പസ്തോല പ്രവർത്തനം 2:38 നമ്മളിങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്, പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ പക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അവർ പറയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പത്രോസ് ഇങ്ങനെ പറയാണ്, പശ്ചാത്തപിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടത്തുള്ളൂ. അതായത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ഒരുക്കി കഴിയുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് വരുന്നതെന്നാണ് ഈ പത്രോസ് ലീഗ പറയുന്നത്. അപ്പം അതാണ് പറയുന്നത്, പശ്ചാത്തപിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കണം. നമ്മൾ പാപത്തിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം. നമ്മൾ ഒരുക്കി കഴിയുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് നിറയുന്നത്. വീണ്ടും ഈ പറയുന്ന പോലെ നമ്മൾ ഈ പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ്, പത്രോസ് ഇങ്ങനെ തീഷ്ണതയോട് പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിന് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പസ്തോല പ്രവർത്തനം 2:41 ഇങ്ങനെയാണ്, അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ
തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അതാണ് ഈ പറയുന്ന പോലെ ഈ പത്രോസ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത്, പശ്ചാത്തപിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മള് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അവരുടെ ഹൃദയത്തിലോട്ട് കയറുക. നമ്മൾ പറയുന്നത് എന്തും വചനങ്ങളായിട്ട് മാറുവാണ്. അതാണ് ഹെബ്രായർ 4:12 ഈ വചനത്തെ പറ്റി, ഈ വചനം അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരാളുടെ ഹൃദയത്തിൽ തറച്ചു കയറുമെന്നാണ് ഹെബ്രായർ 4:12 പറയുന്നത്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അപ്പം ഈ ദൈവത്തിന്റെ വചനം, അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മള് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് മാനസാന്തരത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പത്രോസ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരെ മൊത്തം പരിശുദ്ധാത്മാവ് പിന്നെ കൺട്രോൾ ചെയ്യുക. അവർ സംസാരിക്കുന്നതെല്ലാം ആത്മാക്കളെ നേടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പസ്തോലപ്രവർത്തനം 2:43 പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അപ്പസ്തോലന്മാരെ മൊത്തം പിന്നെ നിയന്ത്രിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് എന്താണ് ചെയ്തത്? പത്രോസ് ലോകം മൊത്തം മീൻസ് എല്ലാവരോടും വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പിന്നീട് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലം എന്താണ് സ്ലീഹന്മാരുടെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാവ് സഭയിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടത്തിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം ഈ 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്: രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് പ്രതിദിനം അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് വചനം. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് പ്രതിദിനം അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. അതാണ് അവരല്ല ചേർത്തുകൊണ്ടിരുന്നത്, കർത്താവാണ് പ്രതിദിനം അവരെ ചേർത്തുകൊണ്ടിരുന്നത്. അതായത് വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് അപ്പസ്തോലന്മാർ ആരുടെ അടുത്തൊക്കെ പോയി വചനം പ്രഘോഷിച്ചോ അവരെയെല്ലാം കർത്താവ് അവരുടെ ഗണത്തിലെ ചേർത്തുകൊണ്ടിരുന്നു. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ പറയുന്ന അവരിലേക്ക് അവരെ പ്രവർത്തിക്കുന്നതും അവർക്ക് മനപരിവർത്തനം ഉണ്ടാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പം ഈ സ്ലീഹന്മാർ ഇങ്ങനെ പരിശുദ്ധാത്മാവൻ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ എല്ലായിടത്തും ചെന്നിട്ട് ഈ വചനം ഇങ്ങനെ ദൈവവചനം ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ അപ്പസ്തോല പ്രവർത്തനം 3:6 പത്രോസും പൗലോസും കൂടെ ഒരു അത്ഭുതം നടത്തുന്നുണ്ട്, രോഗശാന്തി കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മുടന്തനായിട്ടുള്ള ഒരാൾക്ക് അയാൾ ഇങ്ങനെ ഭിക്ഷ യാചിക്കുകയാണ്. അപ്പം നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് എന്താണ് അവര് പൗലോസിന്റെയും പത്രോസിന്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഭിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന പോലെ പൗലോസും പത്രോസും എന്ത് ചെയ്തു? അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവന് വിശ്വാസം സ്വീകരിക്കുവാൻ ഉള്ള ആ ഒരു തീഷ്ണത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്: സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അപ്പം ഈ ഒരു വചനം അവനെ ചാടി എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പം അതാണ് പറയുന്നത്, അവര് സംസാരിച്ച് അവരിങ്ങനെ സാധാ പോലെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ഈശോ മാത്രമാ. ഈ ഒരു സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ളത് ഈശോ മാത്രമാ, ഈ ഈശോയുടെ നാമം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ പറയാം, എഴുന്നേറ്റ് നടക്കുക. അപ്പൊ അവർക്കുള്ളത് അവർ കൊടുത്തു കഴിഞ്ഞു. അവർക്കുള്ളത് അപ്പം നമുക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഈ പറയുന്ന ഈശോയുടെ നാമമായിരിക്കും. ഈശോ എന്ന നാമം, യേശുവിന്റെ നാമമായിരിക്കണം നമുക്കും ഓരോ ആൾക്കാർക്കും കൊടുക്കാനുള്ളത്. ഓരോ ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് യേശുവിന്റെ നാമമായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. അതാണ് നമ്മള് അപ്പസ്തോല പ്രവർത്തനം 4:10 ഈ പറയുന്ന രോഗശാന്തി നടന്നു കഴിഞ്ഞിട്ട് അത് ഭയങ്കര ചർച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും ഈ പത്രോസ് വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് പ്രസംഗിക്കുവാണേ. എന്താണ്? നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കുക, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിലെ ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ, ഒരു സാധാ മനുഷ്യനൊന്നും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ എല്ലാവരും ക്രൂശിക്കോ ഇതിന്റെ അട്ടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പറയാ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം ഈ യേശുവിന്റെ നാമം അവർക്ക് അത്രമാത്രം തീഷ്ണതയോടെ അവർ യേശുവിന്റെ നാമം ഉയർത്തി കാണിച്ചത്. അവരിങ്ങനെ പീഡകൾ സഹിക്കുവേ, ഈശോയുടെ നാമത്തെ പ്രതി ഇവർ ഇങ്ങനെ പീഡകൾ സഹിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇരട്ടി തീഷ്ണതയോടെ അവർ ഈശോയുടെ നാമം ഈശോ എന്ന നാമം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ അവർ ലോകം മൊത്തം അങ്ങ് അറിയിക്കും.
ഈ അപ്പസ്തോല പ്രവർത്തനം മൊത്തം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ അപ്പസ്തോല പ്രവർത്തനം 5:15 എന്താ കാണുന്നത്? പത്രോസിന്റെ നിഴലടിച്ചവർ സൗഖ്യം പ്രാപിച്ചു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ പത്രോസ് നടന്നു പോകുന്ന വഴി കുഷ്ഠരോഗികളെയും തളർവാദ രോഗികളെയും എല്ലാം എന്താണ് അവിടെ വെച്ചേക്കോ, മീൻസ് എല്ലാവരും കൊണ്ട് കിടത്തിയേക്കുവാണ് ഈ പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ മൊത്തം. എന്നിട്ട് എന്താ, അവന്റെ നിഴലടിക്കുന്നവര് സൗഖ്യം പ്രാപിക്കും. അതാണ് ഈ പത്രോസ് അപ്പം വഹിച്ചുകൊണ്ട് നടന്നത്. ആരെയാണ്? യേശുവിന്റെ നാമത്തെയാണ് പത്രോസ് വഹിച്ചുകൊണ്ട് നടന്നത്. യേശുവിന്റെ അതാണ് ആ പത്രോസിന്റെ നിഴലിൽ പോലും, ഈ പറയുന്ന നിഴൽ പോലും പരിശുദ്ധ ആ ഒരു പ്രവർത്തിച്ച അഭിഷേകം അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ചത്. കാരണം അവന്റെ ശരീരത്തെ വ്യാപരിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ് അവന്റെ നിഴലിൽ പോലും എന്താ പറയാ അത്ഭുതം പ്രവർത്തിച്ചത്. അതേസമയം പൗലോസിന്റെ കാര്യത്തിലും പറയുന്നുണ്ട്. പൗലോസിന്റെ തൂവാല അംഗവസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് രോഗികളുടെ മേൽ സ്പർശിക്കുമ്പോൾ അവിടെ സുഖം പ്രാപിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതാണ് നമ്മളും അവിടെ ചിന്തിക്കണേ. നമ്മൾ വിശുദ്ധിയിലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആര് വ്യാപരിക്കും? നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അപ്പൊ നമ്മള് ഇപ്പം എന്താ പറയാ, എല്ലാവരും ഇപ്പം ബൈബിളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകന്മാര് അല്ലെങ്കിൽ അപ്പസ്തോലന്മാര് അവരൊക്കെ കൈ നീട്ടുമ്പോൾ അല്ലെങ്കിൽ അവരെ സ്പർശിക്കുമ്പോൾ അവർക്ക് രോഗശാന്തിയൊക്കെ കിട്ടുന്നതിന്റെ കാര്യം എന്താ? അവരുടെ ശരീരത്തിൽ അവർ ദൈവത്തിന് വില കൊടുത്തു. അവർക്ക് വില കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അവരുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്? അവിടെ ആ ശരീരത്തിൽ ദൈവം പ്രവർത്തിക്കുവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവണേ. നമ്മുടെ ഉള്ളിലും നമ്മൾ വിശുദ്ധിയിലായിരിക്കാൻ, നമ്മൾ ഈശോനെ വഹിച്ചുകൊണ്ട് നടക്കാൻ. അതുകൊണ്ടാണ് നിയമാവർത്തനം 28:10 പറയുന്നത് എന്താണ്? കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളും തന്നെ ഭയപ്പെടും. അതാണ് ഈശോയുടെ നാമം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണേ. നമ്മൾ ശരിക്കും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചത്തേ ചതഞ്ഞേന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. നമ്മൾ എപ്പോഴും ഇപ്പം വെളിപാടിന്റെ പുസ്തകം 3:2 വചനമുണ്ട്, ഉണരുക, നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിന് ഉത്തേജിപ്പിക്കുക. അപ്പം നമ്മൾ എന്താ പറയാ, നമ്മളിങ്ങനെ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ് ഇരിക്കില്ല. നമ്മളിപ്പോഴും എന്താ പറയാ, ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കത്തല് നമ്മുടെ ഉള്ളിലുണ്ടാകാം, നമ്മുടെ മനസ്സിലുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം കുറച്ചു പിന്നെ മാർട്ടിൻ ഈ അഡോറേഷന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് വേണ്ടി ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പറഞ്ഞു. അവൻ പറഞ്ഞത് എത്രമാത്രം കറക്റ്റാണ്. ഈ ഫലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, ഈ സ്ലീഹന്മാരിലും ആദ്യം നിറഞ്ഞത് ഈ ഫലങ്ങൾ. അവർ എളിമയോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. എളിമയുണ്ട്, ആ ഒരു സ്നേഹം, ഒരുമയുണ്ട്, സ്നേഹമുണ്ട്. അപ്പം ആ ഒരു ഫലങ്ങൾ നമ്മൾ നിറയാൻ വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കണം. അപ്പം അത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ ദൈവ സ്നേഹമാണ്. സ്നേഹം എന്താണ്? അതാണ് റോമ 5:5 പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പം അഭിഷേകത്തില് നമ്മൾ നിറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഒരു സ്നേഹം നിറയുക, മറ്റുള്ളവരിൽ ദൈവത്തോടുള്ള സ്നേഹം, മറ്റുള്ളവരിലുള്ള സ്നേഹം, എല്ലാവരുടെ ഒരു സ്നേഹം നിറയും. ഈ സ്നേഹമാണ് അഭിഷേകത്തിലേക്കുള്ള ആദ്യപടി. എല്ലാവരോടും നമുക്കൊരു സ്നേഹം തോന്നും. അതാണ് നമ്മൾ ഇപ്പം 1 കൊരിന്ത്യർ 13 മൊത്തം എന്താ? സ്നേഹം എന്ന് പറഞ്ഞ സംഭവമാണ് പറഞ്ഞേക്കണേ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെയിലോ ചിലമ്പുന്ന കൈത്താളമാണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എന്റെ സർവ്വസമ്പത്തും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയമാണ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഇങ്ങനെ പറയാം. സ്നേഹം അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന സംഭവമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരാളോട് വെറുപ്പും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞല്ല ഞാൻ ആത്മാവിലാണ് വ്യാപരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റോമ 8:9 ഒരു വചനമുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നാ? ഈശോയുടെ ആത്മാവ് തന്നെ പോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാൻ പറഞ്ഞ ഒരു ആത്മാവാ. ഈശോ എളിമപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഒരു ആത്മാവാണ് ഈശോയിൽ പ്രവർത്തിച്ച ആത്മാവ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ അതേ ഗുണങ്ങൾ നമ്മൾ കാണിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം. ഇതാണ് അഭിഷേകത്തിലോട്ടുള്ള ആദ്യ പടി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്ത്രീമാരുടെ ഉള്ളിലും ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യമാണ്. അവർ ഒരുമയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഐക്യപ്പെട്ടു, എളിമപ്പെട്ടു, അവരിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആ ഒരു സ്നേഹത്തിന് മധ്യ, ആ ഒരു കൂട്ടായ്മയുടെ മധ്യയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇവർക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഈ അപ്പസ്തോല പ്രവർത്തനം 5
ഈ 19 നമ്മൾ കാണുന്നുണ്ട്, കാരാഗൃഹത്തിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. അപ്പം അതായത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ. അതായത് ഇപ്പൊ നമ്മളൊരു ജയിലിലാന്ന് ഓർക്കെ, നമ്മളൊരു ജയിലിൽ കിടന്നിട്ട് നമ്മൾ അവിടുന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നാലാൾക്കാരോട് ജയിലിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. ഇത് എങ്ങനെയായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു അല്ലെ, കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. പക്ഷെ ഇവരോട് എന്താണ് പറഞ്ഞത്? ഇവര് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് സകല ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അവരെല്ലാവരോടും പോയിട്ട് ഈ വചനം പ്രസംഗിക്കുവാണ്. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും തടസ്സങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടുന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈശോയോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി നമ്മൾ ജ്വലിക്കണം. അതാണ് ഈ അപ്പസ്തോല പ്രവർത്തനം 16:25 ഈ തടവറയിലെ അത്ഭുതം. അതെന്താ? പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ എന്താ? കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. അപ്പം എന്താണ്? അവർ ആ തടവറയ്ക്കുള്ളിലും എന്ത് ചെയ്തു? അവരുടെ ദൈവത്തെ പറ്റിയുള്ള സ്നേഹത്തെ പറ്റി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു. അവർ അതാണ് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് എന്താ ചെയ്തേ? അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അപ്പസ്തോല പ്രവർത്തനം 19-ന്റെ 15-ന്റെ 41 വചനം ഇങ്ങനെയാണ് പറയുന്നത്. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന് പുറത്തേക്ക് പോയി. നമ്മളൊരു കാര്യം ചിന്തിക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ ഈശോനെ പ്രതി അപമാനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പസ്തോല പ്രവർത്തനം 13:52 ഒരു വചനമുണ്ട്, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. നമ്മുടെ ഉള്ളിൽ സഹനങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തില് ഈശോനെ പ്രതി നമ്മള് എന്താ പറയാ, നമ്മളിങ്ങനെ പീഡകൾ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടോ, സന്തോഷമുണ്ടോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചിന്തിക്കണം. ഞാനൊക്കെ ഇടയ്ക്ക്, ഞാൻ ഇവിടെ പുറത്താണ്, ഞാൻ വേറെ രാജ്യത്താണ്. അപ്പം ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേനും നമുക്കിങ്ങനെ നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ സൺഡേ ഡ്യൂട്ടി വരുമ്പോൾ നമ്മൾ മാറി ചോദിക്കും, ഞാൻ കുർബാനയ്ക്ക് പോകാൻ. അപ്പം എല്ലാവരും ഒരു കളിയാക്കലും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇവിടെയൊന്നും ആർക്കും അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ഈശോനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്കൊരു സന്തോഷം തോന്നി, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ ഈ പറയുന്ന സംഭവമൊക്കെ കേൾക്കണേ, ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം നമ്മുടെ ഉള്ളില്, അതായത് ഓരോ സങ്കടങ്ങൾ കഴിയുമ്പോഴും, എന്താ പറയാ, ഓരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു സംഭവം നമുക്ക് വേണം. അത് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആനന്ദമാണ്. കാരണം അവിടെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തോ നേടി എന്ന് പറയുന്ന ഒരു സാധനം, ഈശോയ്ക്ക് വേണ്ടി എന്തോ നേടി എന്ന് പറയുന്ന ഒരു സംഭവം, അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. നമ്മൾ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈശോയെ നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയണം. അത് ഇപ്പം പണ്ടൊരു പ്രസംഗം ഞാൻ കേട്ടത്, ഒരു ഒഴിഞ്ഞ പാത്രത്തിലല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം നമ്മൾ ശൂന്യമായിരിക്കും അല്ലെ, നമ്മൾ ഒന്നുമില്ലായ്മയില്ല നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ എന്താ, അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങും, അനേകരിലേക്ക് അത് ഒഴുകാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തെ പറ്റിയുള്ള ആ ഒരു, ഈശോയെ പറ്റിയുള്ള ആ ഒരു തീഷ്ണത അനേകരിലേക്ക് അത് നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങും. അപ്പം ഈശോയെ പറ്റിയുള്ള തീഷ്ണത വന്നു കഴിയുമ്പോൾ ഒരു സംഭവമാണ്, പിന്നെ കാണുന്ന എല്ലാവരെയും ഈശോയ്ക്ക് വേണ്ടി നേടണം. കാണുന്ന എല്ലാവരെയും, അതിപ്പം അന്യമതസ്ഥനായാലും, അതിപ്പോ പിറന്നു വീണ കുഞ്ഞായാലും, അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളായാലും, എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി നേടണം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു തീഷ്ണത വരും. അതെല്ലാം ഈശോയെ പറ്റിയുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. അത് നമ്മളറിയാതെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജോലിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു സ്നേഹം ഈശോയ്ക്ക് വേണ്ടി വരും. ആത്മാക്കളെ നേടണം എന്ന് പറയുന്ന ഒരു സാധനം വരും. അപ്പൊ മത്തായിയുടെ സുവിശേഷം 4:19 എന്താ പറയുന്നത്? എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോ പറഞ്ഞു എന്നാ, എന്നെ അനുഗമിച്ചോ, ഞാൻ നിങ്ങൾക്ക് അത് തരാം ഇത് തരാം, അതൊന്നുമല്ല പറഞ്ഞേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമുള്ളൂ, ആത്മാക്കളെ നേടുക. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം അവന്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഞ്ചിരിയിലൂടെ ആയിരിക്കാം നമുക്കൊരു ആത്മാവിനെ നമുക്ക് നേടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മാവിനെ നമുക്ക് നേടാൻ പറ്റുന്നത് അവനെ ആശ്വസിപ്പിക്കുമ്പോഴായിരിക്കും ഒരു ആത്മാവിനെ നേടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മള് ഒരു സ്നേഹത്തോടെ ഒരു സന്തോഷം, ആ ഒരു സന്തോഷമായിരിക്കും ഒരു ആത്മാവിനെ നമുക്ക് നേടാൻ പറ്റുന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 3:11 ഒരു വചനമുണ്ട്,
അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അപ്പൊ ഈ ഒരു സ്നാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാലോ, അതിങ്ങനെ അത് നമുക്ക് നമുക്കത് മീൻസ് നമുക്കത് വർണ്ണിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറമാണ്. കാരണം അത് അത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേല് വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ആളായി തീരുക. പുതിയൊരു ആളായി തീരും. പുത്തൻ ആഗ്രഹങ്ങൾ വരുവേ. അത് മൊത്തം സ്പിരിച്വൽ ആയിരിക്കും. അത് മൊത്തം ആത്മീയമായിരിക്കും. ആത്മാക്കളെ നേടണം എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് നമുക്ക് വരുള്ളൂ. ഈ സാമുവേൽ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കും, മറ്റൊരു മനുഷ്യനായി നീ മാറും. അതാണ് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറും. അതാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര മാറ്റം നടക്കും. ഭയങ്കര മാറ്റം നടക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര മാറ്റം നടക്കും. അപ്പൊ നമ്മൾക്ക് എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞു, സ്നേഹം, എല്ലാവരോടും ഒരു സ്നേഹം ഉണ്ടാവും. പിന്നെ എല്ലാ പുണ്യങ്ങളാലും നമ്മൾ നിറയും. പിന്നെ അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു തീഷ്ണത വരും. ആത്മാക്കളെ നേടണം, എല്ലാ ആത്മാക്കളെ നേടണം. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാള്, അപ്പൊ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാലോ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്നുകൊണ്ട് വരത്തെ പറ്റി വചനത്തിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാലോ, എന്റെ അടുത്തേക്കുന്ന ആള് എന്തെങ്കിലും വിഷമത്തിലൂടെ പോവാണെങ്കിൽ ഈശോയെ നീ അവന്റെ ജീവിതത്തിൽ ഇടപെടണേ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന വരാം. നമുക്ക് എന്താ പറയാ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈശോനെ പറ്റി അറിയാത്ത ഒരാളാണ് നമ്മുടെ അടുത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾക്ക് പറയാം, ഈശോ ഈ ആത്മാവ് കർത്താവ് നിന്നെ അറിയാൻ ഇടയാകട്ടെ, ഈശോയെ നിന്നെ അറിയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് പറഞ്ഞത്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാ ആത്മാക്കളെ നേടണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. നമ്മളറിയാതെ തന്നെ നമ്മളിങ്ങനെ തീ പിടിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നമ്മളിങ്ങനെ തീ പിടിപ്പിക്കും. കുറച്ചു മുന്നേ പറഞ്ഞ അതേ വചനം, മത്തായി 3:11, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അതാണ് നമ്മളറിയാതെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് തീ പിടിപ്പിക്കും. ഭയങ്കരമായിട്ടൊരു തീ പിടിപ്പിക്കും. ഈ പെന്തക്കോസ്താന്തരത്തിലും അവരുടെ തലയിൽ ഒരു അഗ്നിനാളം വന്നു. അവരെ തീ പിടിപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് അവരെ തീ പിടിപ്പിച്ചു. ഈ എന്താ പറയാ, പിന്നെ നമ്മളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ ശക്തിക്കും അപ്പുറമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കഴിവിനും നമ്മുടെ എല്ലാത്തിനും അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തില്, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് അതായത് 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ സാംസന്റെ മേൽ ആത്മാവ് വ്യാപരിക്കുന്നത് എങ്ങനെയാ, അതിങ്ങനെ കാണുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാ പറയുന്നത്. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി, എല്ലാം അവിടെ സിമ്പിൾ ആകുക. ഈ പരിശുദ്ധാത്മാവിന്റെ പവർ എന്ന് പറഞ്ഞാൽ അതാ, എല്ലാം അങ്ങനെ ഭയങ്കര സിമ്പിൾ ആകും. ഭയങ്കരമായിട്ട് എല്ലാം പരിശുദ്ധാത്മാവ് ഈസി ആക്കി തരും. അതാണ്. പിന്നെ എല്ലാം ഭയങ്കര കുഞ്ഞു കാര്യങ്ങളാവും. വലിയ കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാം ഭയങ്കര കുഞ്ഞു കാര്യങ്ങളാവും. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ സാംസന്റെ മേൽ ആത്മാവ് നിറയുന്നതാണ്. എന്താണ്, കർത്താവിന്റെ ആത്മാവ് ശക്തമായി അവന്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി, അവന്റെ കെട്ടുകൾ അറ്റുവീണു. അപ്പം ഇതാണ്, ഈ ആത്മാവ് വരുമ്പോൾ നമ്മൾക്ക് ഈ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എല്ലാ കെട്ടുകളും അറ്റുവീഴും. നമ്മൾ ഭയങ്കര ഫ്രീ ആകും. ഈ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തനം 16:25 വചനം, അതായത് അർദ്ധരാത്രിയോടെടുത്ത്, ആ വചനം ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. അർദ്ധരാത്രിയോടെടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അത് അവർ കൂടെ സ്തുതിച്ചൊന്നുമില്ല, അവര് കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്, ആ കേട്ടുകൊണ്ടിരുന്നവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പൊ ആത്മാവിൽ നിറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആൾക്കാരുടെ അടുത്ത് പോയി ആത്മാവിൽ നിറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈശോയെ പറ്റി 2-3 വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അതാണ് ഈ വചനം പറയുന്നത്. തടവുകാർ കേട്ട് സ്തുതിച്ചൊന്നുമില്ല, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ചെങ്ങല അഴിഞ്ഞു വീണു. എല്ലാവരുടെയും വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പൊ നമ്മളെല്ലാം ഈ ഒരു തീഷ്ണത, ഒരു ആത്മാവിൽ ജ്വലിക്കാനുള്ള ഒരു തീഷ്ണത, നമ്മളിങ്ങനെ ഞാനിങ്ങനെ കുറവുള്ള വ്യക്തിയാ, അല്ലെങ്കിൽ എനിക്ക് അഭിഷേകം ഒന്നും കിട്ടത്തില്ല, എനിക്ക് എന്താ പറയാ, നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കല്. ഈ കുറവുകളാണ് ഈ പരിശുദ്ധാത്മാവ് നിറവുകളാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 1:16 ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ പൂർണ്ണതയിൽ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്താ പറയാ, നമുക്ക് ഈ ഒരു ഇതാണ് പാപം. നമ്മൾ പാപിയാണോ? വചനം പറഞ്ഞിട്ടുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പൊ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ
എപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ റെഡിയാ. അപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറഞ്ഞ് നമ്മളെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പൊ എന്താ പറയാ, നമ്മള് എല്ലാം എല്ലാം നമുക്ക് എന്താ ഹെബ്രായരുടെ പുസ്തകം 1-7 വചനമുണ്ട്. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകന്മാരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വചനമുണ്ട്. അപ്പം ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ ഓരോ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനർത്ഥം എന്നാ, ഈശോനെ പറ്റി കേട്ട നമ്മളെ പറ്റിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഹിതമാണ് ഓരോ വചനത്തിലും പറയുന്നത്. ഈശോനെ പറ്റി നമ്മൾ ഒരിക്കൽ കേട്ടിട്ടുണ്ട് എങ്കിൽ ഈശോ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടായി. കൊച്ചുത്രേസിയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വചനം പ്രസംഗിച്ചോ? ഇല്ല. പക്ഷെ എന്താ, കൊച്ചുത്രേസിയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ആത്മാക്കളെ നേടി. അതാണ് പറഞ്ഞത്, ഈശോനെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഈശോ ഭയങ്കരമായിട്ടൊരു ത്വര തരും, ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തരും. ആത്മാക്കളെ നേടണം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ആഗ്രഹം തരും. ഇപ്പം കുറച്ചു മുൻപ് പറഞ്ഞല്ലോ, എന്താ, നമ്മൾ ഭയങ്കരമായിട്ട് അഗ്നിയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വചനത്തോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും. ഈ ഈശോ വചനം, ഈ ബൈബിളിനോട് നമുക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നും. നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ തിരുവചനത്തെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ജെറമിയ 5:14 എന്താ, എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. ഈ വചനം നമ്മൾ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എന്താക്കും എന്ന വചനം പറഞ്ഞേക്കണേ, വിറകാക്കും. അവരിലേക്ക് എന്ത് പകരും? തീ പകരും. അത് അവരെ മൊത്തം തീ പിടിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ പറയുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ഈശോയെ പ്രതിയുള്ള ആ ഒരു തീഷ്ണത, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തില് ജ്വലിക്കണം. നമ്മളെല്ലാവരുടെയും മേല് ഈ പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ഈ ഒരു തീഷ്ണത, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു തീഷ്ണത എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ ഈ ആത്മാക്കളെ നേടാനുള്ള ഒരു തീഷ്ണത എന്റെ ഉള്ളിൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയണം, എന്റെ കുറവുകളെ നിറവുകളാക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് വരും, എന്റെ കുറവുകളെ നിറവുകളാക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നിറയും എന്ന് പറയുന്നൊരു സാധനം നമ്മൾ എപ്പോഴും പറയണം. ഈ ജെറമിയനെ ഈശോ വിളിക്കുന്നത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. ജെറമിയ പയ്യനല്ലായിരുന്നോ? അപ്പം ജെറമിയ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ജെറമിയ 1-5 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ജെറമിയയോട്, മാതാവിന്റെ ഉദരത്തിൽ, ജെറമിയ 1:5, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ജെറമിയ ഇങ്ങനെ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് അരുളി ചെയ്തു, വെറും ബാലനാണ് എന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ പറയണം. എന്നിട്ട് എന്നിട്ട് പറയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തതെന്നറിയോ? ദൈവമായ കർത്താവ് കരം നീട്ടി അതായത് എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിടിതെറിയുവാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കുവാനും പണിതുയർത്താനും നട്ടുവളർത്തുവാനുമായി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അതായത് കേവലം ബാലനായ ഒരാളെ, കേവലം ബാലനായ ഒരു കുട്ടി പയ്യനെ, ഒരു കുഞ്ഞു പയ്യനെ പറയുവാണ്, ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പം ഇതാണ് നമ്മൾ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈശോ അങ്ങോട്ട് എന്തോ വലിയ സംഭവമാക്കും നമ്മളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ, അത് ഭൗതികമായ ഒരു സംഭവമല്ല, അത് ശരിക്കും ആത്മീയമായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോ നമ്മളെ അങ്ങോട്ട് ഉയർത്തും. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് 4 ആൾ കാണുന്നു, അങ്ങനെയൊന്നും അല്ല. അത് ശരിക്കും എന്താ, അതായത് അവന്റെ എളിമയിലാണ്, ഒന്നുമില്ലായ്മയിലാണ് ഈ പരിശുദ്ധാത്മാവ് അഭിഷേകം. അതായത് നമ്മളിപ്പോഴും ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും, ദൈവമേ ഞാൻ ഇത്രയും വലിയ ആളാ, അല്ലെങ്കിൽ ഇത്രയും വലിയ കഴിവുകളുണ്ട്, അങ്ങനെയല്ല. ഈശോട് പറയണം, എന്തെങ്കിലും കഴിവുണ്ടോ? ഈശോയെ, എല്ലാം ദാനമായിരിക്കെ എന്തിനാഗ്രഹിക്കുന്നു എന്ന് ബൈബിൾ പറയണം. അപ്പം പറയണേ, എല്ലാം ദാനമാണ് ഈശോ, എല്ലാം ദാനമാണ്. ഈ ഒരു മനോഭാവത്തോടെ ഇരിക്കുമ്പോൾ അതാണ് ഈശോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഇതാണ്, എല്ലാം ദാനമാണ്, എല്ലാം എന്റെ ഈശോ തന്ന ദാനമാണ്. അപ്പൊ നമുക്ക് ആ ഒരു എളിമയിലാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങുന്നത്. അപ്പം
ഈ എലീശ പ്രവാചകൻ ഏലിയയോട് ചോദിച്ചെന്താ, 2 രാജാക്കന്മാർ 2:9, അങ്ങ് ഏലിയ മർഗരിക്ക് പോണതിന് മുമ്പ് മർഗരിയിൽ എത്തിയപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? അപ്പൊ പറയാണ്, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് ലഭിക്കട്ടെ. അപ്പം ഏലിയായ്ക്ക് ഒരു സംഭവം, ഏലിയയ്ക്ക് അറിയാം, എനിക്ക് ഒത്തിരി അഭിഷേകം വേണം. അപ്പൊ ഏലിയയ്ക്ക് ഒരു ബോധ്യം ഉണ്ട്, ഏലിയ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഏലിയ എളിമയെന്നാണ് ഏലിയ ചോദിക്കുന്നത്, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഏലീശയ്ക്ക് ഒത്തിരി അഭിഷേകം ഉണ്ടെങ്കിൽ എലീശ വീണ്ടും അഭിഷേകത്തിന് വേണ്ടി ചോദിക്കുമോ? ഇല്ല. അപ്പൊ ഏലീശയ്ക്ക് ഒരു ബോധ്യമുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒത്തിരി വേണം. എന്റെ ആ ഒരു എളിമയിൽ നിന്നാണ് എലീശ ചോദിക്കുന്ന ഏലിയയുടെ, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അപ്പൊ ഒരു തീഷ്ണത, ആ ഒരു എളിമയിൽ നിന്നും വരുന്ന ആ ഒരു തീഷ്ണത, ഈശോയുടെ ആത്മാവിന് വേണ്ടിയുള്ള ആ ഒരു ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയുള്ള ഒരു തീഷ്ണത. എന്നിട്ട് നമ്മൾ ഏലിയ പ്രവാചകനെ പറ്റി എന്താ കാണുന്നത്? പ്രഭാഷകൻ 48:1 കാണുന്നുണ്ട്, അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അതാണ് ഈ പറയുന്ന പോലെ നമ്മള് എന്തു പറയും, അതാണ് ഈ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അപ്പം നമ്മളിങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഈ പരിശുദ്ധാത്മാവിലെ നിറഞ്ഞിട്ട് നമ്മൾ എന്തേലും പറഞ്ഞുകൊണ്ടല്ലോ, അത് ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് ജ്വലിക്കും, ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് തീ പിടിക്കും. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ എന്റെ ആദരത്തെ നീ സ്പർശിക്കണമേ, എന്റെ ആദരത്തിലൂടെ വരുന്ന ഓരോ വാക്കുകളും കർത്താവ് വചനങ്ങളാക്കിയിട്ട് നീ മാറ്റണമേ. പരിശുദ്ധാത്മാവെ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ എളിമയാൽ കർത്താവെ നിന്റെ എളിമയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ ഈശോയിലുണ്ടായിരുന്ന ആ എളിമ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ അത്രയും താന്ന ആ ഒരു എളിമയാൽ കർത്താവെ എന്നെ നീ നിറയ്ക്കണം. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾക്കപ്പം ഈ എളിമ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആത്മാക്കളെ നേടാനുള്ള ഒരു തീഷ്ണത പരിശുദ്ധാത്മാവ് ഇട്ടുതരും. എല്ലാ ആത്മാക്കളെ നേടണം ഒരു തീഷ്ണത, നമ്മുടെ ആഗ്രഹം ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇട്ടുതരും, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ സിയോൻ മാളിക മുറിയില് പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് കൂടി ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയിലും നിറഞ്ഞത് ഇതേ പരിശുദ്ധാത്മാവാ. കാരണം ഈ പരിശുദ്ധാത്മാവ് ആദ്യം സ്ലിഹന്മാരെക്കാൾ മുന്നേ ആദ്യം നിറഞ്ഞത് ആരില്ല? പരിശുദ്ധ അമ്മയില. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം, ആ അമ്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടെയുള്ള ആൾക്കാർക്കും പരിശുദ്ധാത്മാവിന് വേണം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മളും ഈ പറയുന്ന അഭിഷേകത്താല് ആത്മാവിനാലെ നിറയാൻ ആഗ്രഹിക്കുന്നവര് പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കണം, പരിശുദ്ധ അമ്മേനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അമ്മയുടെ ഉദരത്തിൽ നിറഞ്ഞ് ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് പരിശുദ്ധ അമ്മയാണ് ഏറ്റവും നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞത്. അപ്പം നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പരിശുദ്ധ അമ്മേനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഓരോ നന്മ നിറഞ്ഞവരെ ചെല്ലുമ്പോഴൊക്കെ അവിടെ എന്താ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് എനിക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമുക്കിപ്പോ എപ്പോഴും ഇങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു സംഭവം നടക്കുന്നത്. അതാണ് ഏഷ്യ 60:1, ഉണർന്ന് പ്രശോഭിക്കുക. അതായത് നമ്മളോട് പറയുവാണേ, അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ പ്രകാശം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും, ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. അപ്പം അതാണ് കർത്താവിന്റെ മഹത്വം നമ്മളിൽ ദൃശ്യമാകും. അതാണ് ഈ പറയുന്ന പോലെ ഈ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ പറ്റി പറയുന്നത് എന്താ? സ്തേഫാനോസ് രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പ് വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും സ്തേഫാനോസിനെ നോക്കിയപ്പം സ്തേഫാനോസിന്റെ മുഖം ദൈവദൂതനെ പോലും പ്രശോഭിച്ചു എന്നാ പറയുന്നത്. അപ്പം അത് കർത്താവിന്റെ ഒരു മഹത്വമാണ് നമ്മുടെ ഫേസിൽ വരുന്നത്. നമ്മളുടെ ഓരോ വാക്കില് കർത്താവിനെ അതാണ് പറയുന്നത്. അതായത് സിംഹം ഗർജിച്ചു, ആർക്ക് സംസാരിക്കാനാവും? സിംഹം ഗർജിച്ചു കഴിയുമ്പോൾ എന്താ, കാട് മൊത്തം നിശബ്ദമാകും. അതുപോലെ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാനാവും? അതാണ് പറയുന്നത്. അപ്പം പിന്നീട് മൊത്തം നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ മുഖഭാവങ്ങളും എല്ലാം കർത്താവിന്റെ ഒരു പ്രതിബിംബമായിട്ട് മാറുവാണ്. സ്തേഫാനോസ് ഈശോനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവന്റെ മുഖം ദൈവദൂതനെ പോലെ പ്രശോഭിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവരെന്നാലും എന്താ, പത്രോസിനെ നിഴലടിച്ചവർ സൗഖ്യം പ്രാപിച്ചു. അതാണ് അവരിൽ മൊത്തം ആര് വ്യാപരിക്കും? അവരിൽ മൊത്തം പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാണ്. അപ്പൊ
ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈശോയെ, ഞാൻ നിന്റെ പ്രതിബിംബമായിട്ട് മാറട്ടെ. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന നമ്മുടെ മുഖമായാലും നമ്മുടെ ഒരു പുഞ്ചിരിയായാലും ഇതെല്ലാം ഈശോനെ പ്രതിഫലിപ്പിക്കും. ഈശോനെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ ഉള്ളില് ഈശോ നിറഞ്ഞു കഴിയും. ഈശോ നിറഞ്ഞു കഴിയുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ്, നമ്മള് ഈശോനെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ പുഞ്ചിരി പോലും അത് കാണുന്നവർക്ക് എന്ത് തോന്നും? ഈശോനെ തോന്നും, ഈശോനെ അനുഭവിക്കും. അപ്പൊ ഈ ഒരു തീഷ്ണതയ്ക്ക് വേണ്ടി നമ്മളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് പറയാ, നമ്മൾക്ക് വചനത്തോട് ഒരു ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കണം. ഈ വചനത്തോട് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് കയറാൻ നമുക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്താ പറയാ, വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെന്തക്കോസ്തായ്ക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്ന എന്താ, ലൂക്ക 1:35 നമ്മൾ എങ്ങനെ പറഞ്ഞു? പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. അപ്പം നമ്മൾ എന്താ പറയാ, വചനം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്താ പറയാ, വചനം ജീവിക്കുന്നു അല്ലെ? വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അപ്പം സജീവമാണ്. അപ്പം ജീവിക്കുന്ന വചനം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, അപ്പം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായവർ എഴുതിയതാണ് ബൈബിള്. അപ്പം ഈ എന്താ പറയാ, പരിശുദ്ധാത്മാവിന്റെ വചനം വെച്ചിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് എങ്ങനെ വരാതിരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ തീക്ഷ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പുണ്യങ്ങൾ നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള തീഷ്ണത നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജോയൽ 2:28 ആ ഒരു വലിയ അഭിഷേകം അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പം ഈ ഒരു അഭിഷേകം, ഈ വലിയൊരു അഭിഷേകം നമ്മളൊക്കെ യൂത്ത് ആണല്ലേ, നമുക്ക് ഒത്തിരി, എല്ലാവരും യൂത്ത് അല്ല, എന്നാലും ഇവിടെ കുറെ പേര് യൂത്ത് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? നമുക്ക് ഈ ഒരു തീഷ്ണത, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു സംഭവം, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാ ലോകം മൊത്തം ചെന്നിട്ട് എല്ലാവരോടും പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. ഇതാണ് ഈശോ നമ്മളോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ജീവിച്ച് കാണിക്കുക, പ്രാർത്ഥിച്ച് മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുക, പ്രാർത്ഥിച്ച് ഒരാളെ മാനസാന്തരപ്പെടുത്തുക. ഇതൊക്കെയാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഇതാണ്. അപ്പം പരിശുദ്ധാത്മാവിനാല് നമുക്ക് നിറയാം. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്റെ വല്യമ്മ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് മീൻസ് പുള്ളിക്കാരിക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് നാള് പുള്ളിക്കാരി കിടപ്പായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ എന്റെ തറവാട്ടിൽ ചെന്നാലും എന്റെ വല്യമ്മ എപ്പോഴും പറയും, മോളെ എപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നിറയണേ, പരിശുദ്ധാത്മാവ് എനിക്ക് ജ്ഞാനം നിറയണേ. ഈ പറയുന്നൊരു സംഭവം നടക്കുന്ന വഴിക്കും ജോലി ചെയ്യുന്ന സമയത്തും എപ്പോഴും പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര തമാശയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ, കാരണം പരിശുദ്ധാത്മാവ് ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, ഒരു കാമുകയും അവർ കുറെ നാൾ വിളിക്കാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം വരും. പക്ഷെ ഇതേപോലെ തന്നെ ഇത് പരിശുദ്ധാത്മാവിനെ എപ്പോഴും അല്ലെങ്കിൽ അവരെപ്പോഴും ഡെയിലി വിളിക്കുക, അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാണല്ലോ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ്. എല്ലാ നിമിഷവും വിളിച്ചുകൊണ്ടിരുന്നാലോ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്താ പറയാ, ആ നടക്കുന്ന വഴികളും നമ്മൾ എല്ലാം ഞാൻ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് പറയണേ. ഞാൻ രാത്രിയിൽ ഇവിടുത്തെ സമയം 10 മണിക്കാണ് ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരണേ. അപ്പൊ ഞാൻ ഈ രാത്രി നടക്കുന്ന വഴിക്കും ഇവിടെ എത്തണോടെ വരെ എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവ് നന്ദി പറയും. വരുന്ന വഴിയൊക്കെ പരിശുദ്ധാത്മാവ് നിറയണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ നിറയുന്നതായിട്ട് കാണിക്കും. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സുഹൃതജപം പോലെ എപ്പോഴും ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഭയങ്കരമായിട്ട് എടുത്തുപയോഗിക്കും.